ഞാനെന്നൊരു വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് പോകുന്നത്. സാധാരണ വണ്ടീൻ്റെ റിവ്യൂ ഒന്നും പറയാറില്ല. പക്ഷേ എനിക്ക് ഏറ്റവും അടുത്തായിട്ട് കിട്ടിയ ഏറ്റവും പുതിയ അൽഫാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെൽഫെയർ ഒക്കെ കണ്ടിട്ടുണ്ട്, പരിചയമുള്ള ആളുകൾക്ക് അറിയുണ്ടാവും. വെൽഫെയറും അൽഫാഡും ഒക്കെ ഒരേപോലുള്ള വണ്ടികൾ തന്നെയാണ്. പേരിൽ ചെറിയ വ്യത്യാസങ്ങളും ലോഗോയിലും കുറച്ച് കാര്യങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ആക്ച്വലി ബോഡിയും എഞ്ചിനും ബാക്കി സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ സെയിം ആണ്. ഇത് ഏറ്റവും പുതിയ വേരിയൻ്റായ അൽഫാഡ്. നല്ല അടിപൊളിയായിട്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റണ്ണിങ് ടൈപ്പ് ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് എല്ലാം അടിപൊളിയാണ്. ടെയിൽ ലൈറ്റുകളെല്ലാം സൂപ്പറാണ്. ഇതെല്ലാം സ്ലൈഡിങ് ഡോർസാണ്. ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് ഡോറ് സ്ലൈഡായിട്ട് ഉള്ളിൽ കയറും. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സെൻട്രൽ പൊസിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സെൻട്രൽ പൊസിഷനിൽ അടിപൊളിയായിട്ടുള്ള 2 സീറ്റുകൾ, നല്ല അടിപൊളി 2 ക്യാപ്റ്റൻ സീറ്റുകൾ. ഇത് ഫുള്ളി ലെതറാണ് സീറ്റെല്ലാം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇരിക്കാനൊക്കെ നല്ല സുഖം. അതേപോലെ തന്നെ കപ്പ് ഹോൾഡർ നമുക്ക് 2 ഇതേപോലെ ഒരേ സൈസിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ സീറ്റിൽ തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രമീകരിക്കാനുള്ള ബട്ടൺസ് ഉണ്ട്. അതേപോലെ തന്നെ മുമ്പോട്ടും പുറകോട്ടും ആക്കാനും അതേപോലെ എ സിൻ്റെ എല്ലാം ഈ ഒരു സീറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സീറ്റുകളിൽ ഇതേപോലെ തന്നെ 2 സീറ്റിലും ഈ ഓപ്ഷൻ 2 പേർക്കും ചെയ്യാവുന്നതാണ്. അതിൻ്റെ എല്ലാം എ സി വെൻറ്റിലേഷൻ എല്ലാം നല്ല പവർ എ സിയാണ് ഇതിലെല്ലാം. അതുപോലെ സ്റ്റോറേജ് എല്ലാം സൂപ്പർ സ്റ്റോറേജാണ്. നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ ഓരോ സീറ്റിൻ്റെ പുറകിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും നല്ല രീതിയിലുണ്ട്. അതേപോലെ പുറകിലേക്ക് ഉള്ള സീറ്റ്, പുറകിൽ നമുക്ക് 3 പേർക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ 3 പേർക്ക് ഇരിക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂഫാണ്. സാധാരണ നമ്മൾ സൺ റൂഫൊക്കെ കണ്ടിട്ടുണ്ടാകും, ഓപ്പണായിട്ട് ഓട്ടയൊക്കെയായിട്ട് വരുന്ന ടൈപ്പ്. എന്നാൽ ഇതങ്ങനെയല്ല, ഇത് ഗ്ലാസ്സാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു അൽഫാഡിൽ ഇത്തരത്തിൽ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും. മഴയൊക്കെ ഉള്ള സമയത്ത് മഴയൊക്കെ ആസ്വദിച്ച് പോകാം. വലിയ ടൗണിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ടൗണിൽ പോകാം. അതേപോലെ ഇതിൻ്റെ സൺവൈസർ നമ്മൾ സൺ ഗാർഡൊക്കെ ഉണ്ട്. ഒരു എക്സ്ട്രാ ലെയർ ഇറങ്ങി വരികയാണ് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ ഈ ഡോറിൻ്റെ 2 സൈഡിൽ ഇതുപോലെ ചെയ്യാൻ കഴിയും. ഇതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് വെർഷനാണിത്. ഞാനിതിൻ്റെ പല വെർഷനും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ കണ്ടത്. എനിക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു മോഡലിലാണുള്ളത്. ഇത് 2 യാത്രക്കാർക്ക്, നടുക്കിരിക്കുന്ന 2 പേർക്കും വിശാലമായ രീതിയിൽ കാഴ്ചകളെല്ലാം കണ്ടുപോകാൻ കഴിയും. അതേപോലെ സെൻറ്ററിൽ ചെറിയൊരു മോണിറ്റർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ നമുക്ക് വീഡിയോ കാണാനോ ഓഡിയോ അല്ലെങ്കിൽ റൂട്ട് ഇടുന്ന സമയത്ത് റൂട്ട് ചെക്ക് ചെയ്യാനോ എല്ലാം ഫ്രണ്ടിൽ നിന്ന് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്കിവിടെ യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ ഇനി ഫ്രണ്ട് ഡോറിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അടിപൊളി ലെതർ ഫിനിഷിങ്, അടിപൊളി വളരെ വളരെ അധികം ക്വാളിറ്റി ആയിട്ടുള്ള ലെതറാണ്. അതേപോലെ പണ്ടുള്ള അൽഫാഡിൽ നിന്ന് മാറിയിട്ട് സ്വിച്ച് കുറച്ചും കൂടിയൊക്കെ മോഡേൺ ടൈപ്പ് സ്വിച്ചിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഡോറിൽ കാണുന്ന 1, 2, 3 പൊസിഷൻസ് എല്ലാം ഡ്രൈവർ സീറ്റും സ്റ്റെയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതിലൊരു പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് പുറകോട്ട് ഇവിടെ ഒരു പൊസിഷനിലേക്ക് പോവുകയും സ്റ്റെയറിംഗ് മറ്റൊരു പൊസിഷനിലേക്ക് വരികയും ചെയ്യുകയാണ്. ഇത് മാനുവലായിട്ടും ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള ഈ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് സീറ്റ് മുമ്പോട്ട് നീക്കാം. അതേപോലെ നമ്മുടെ പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ചാരാനും ഉള്ള ഒരു മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയും. അതേപോലെ തന്നെ തൈ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. എല്ലാ തരത്തിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർക്ക് വളരെയധികം കംഫർട്ടായിട്ട് ഇരുന്ന് ഇഷ്ടമുള്ള ഒരു പൊസിഷനിലേക്ക് ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ഒരു സീറ്റ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെയറിംഗ് വീല് വലിയ വണ്ടിയാണെങ്കിൽ കൂടി വളരെ ചെറിയ ഒരു സ്റ്റെയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്ര വലിയ വലുപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ സ്റ്റെയറിങ്ങിൻ്റെ അടിയിലുണ്ടായിരുന്ന പല ബട്ടൺസും സ്റ്റെയറിങ്ങിൽ നമ്മൾക്ക് കാണുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പണ്ട് ഒളിപ്പിച്ച് വെച്ച രീതിയിലായിട്ടുള്ള ബട്ടൺസ് എല്ലാം ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ക്യാമറയുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഈ ഒരു സാധനം ലിവർ പോലെയുള്ള സാധനം പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നോർമൽ കണ്ണാടി റിയർ വ്യൂ മിററായിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടെ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യാനുള്ളതും നേരത്തെ കണ്ട വിൻഡ്ഷീൽഡ് ഓപ്പൺ ക്ലോസ് ചെയ്യാനുള്ളതെല്ലാം ഉണ്ട്. ടച്ച് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ളത് വളരെ അമേസിങ് ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഈ AC ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ളത് വളരെ ഡിജിറ്റലി മെയ്ഡ് സംഭവം വളരെ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ ഏറ്റവും വലിയൊരു ഡിസ്പ്ലേ സ്ക്രീന് കാര്യങ്ങളെല്ലാം എല്ലാ തരത്തിലും വലിയൊരു ഡിസ്പ്ലേ തന്നെ ഇവിടെ നമുക്ക്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാ തരത്തിലുള്ള ആൻഡ്രോയിഡ് പ്ലേ ആണെങ്കിലും ആപ്പിൾ കാർ പ്ലേ ആണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഗംഭീര വണ്ടി, സൂപ്പർ വണ്ടി. ഇനി അടുത്തൊരു വണ്ടിയും ഡീറ്റെയിൽ ആയിട്ട് കാണാം.